സുജയ, നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളും ബൂത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവർ ഈ വിഷയത്തിൻ്റെ പേരിൽ BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയുമടക്കം ബൂത്തിനകത്ത് നിന്ന് തന്നെ പരസ്പരം വാഗ്വാദം ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ണിൽ കണ്ട കാഴ്ച. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടാണ് ഇവരെ മുഴുവൻ ആളുകളെ, 2 വിഭാഗം ആളുകളെ മുഴുവനായും പുറത്തേക്ക് കൊണ്ടുവന്നത്. പുറത്ത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ വിഭാഗം നമുക്ക് പ്രതികരണം നൽകിയത്. 2 വിഭാഗം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് ബൂത്തിനകത്ത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് BJP പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ അങ്ങനെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. നിങ്ങൾ ക്യാമറയിൽ പരിശോധിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. എന്നാൽ വോട്ട് അഭ്യർത്ഥിച്ചു എന്ന നിലപാട് തന്നെയാണ് BJP ആവർത്തിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴും പരസ്പരം 2 ഭാഗത്തു നിന്നും BJP പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ തർക്കം ഉന്നയിക്കുന്നു. മാത്രമല്ല അതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരും നിൽക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ഒരു നിയമപ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും തർക്കത്തിലേക്ക് പോകുന്നു. വീണ്ടും തർക്കത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് പാർട്ടിയുടേതാണെങ്കിലും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ബൂത്ത് ഏജന്റ് അല്ലാതെ ആരും തന്നെ ബൂത്തിന് സമീപത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എല്ലാവരും പോളിംഗ് സ്റ്റേഷന്റെ പുറത്തേക്ക്, കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ 2 പാർട്ടിയിലുള്ള പ്രവർത്തകരും ആ നിയമം പാലിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് കുറച്ച് പറയേണ്ടി വരും. കാരണം 2 ഭാഗത്തെ, കോൺഗ്രസിൻ്റെതാണെങ്കിലും BJPയുടേതാണെങ്കിലും പ്രവർത്തകർ ഇവിടെ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു സംഘടന ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം, ചട്ടപ്രകാരം ഉള്ളതല്ല. അത് ചട്ടലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പോലീസ് ഇടപെട്ടിട്ട് പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടലംഘനമാണ് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിക്ക് ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഏജന്റിന് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റ് ഇവർക്കാണ് ബൂത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയുള്ളത്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്കും അതുപോലെ മാധ്യമ പ്രവർത്തകർക്കുമാണ് ബൂത്തിനകത്തേക്ക്, പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താനുള്ളത്. ഈ വോട്ടർമാരാണെങ്കിൽ വോട്ട് ചെയ്താൽ അതേ സമയം തന്നെ പുറത്തേക്ക് മടങ്ങുകയും വേണം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 2 വിഭാഗം പരസ്പരം വാക്ക് തർക്കമുണ്ടാകുന്ന, സംഘടിച്ച് വാക്ക് തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. 2 വിഭാഗവും പിരിഞ്ഞു പോയിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ LDFന്റെ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നതാണ്. LDFന്റെ പ്രവർത്തകരും അതുപോലെ മുന്നേറ്റപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രവർത്തകരും തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നു എന്നുള്ളതാണ്. അഷ്കറിന്റെ ചോദ്യത്തിനടക്കം മറുപടി പറയുമ്പോൾ രാഹുൽ ഇത് മുഴുവൻ UDFന്റെ വോട്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ മുതലാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. അതിനു മുൻപ് എന്തൊക്കെയാണ് നടന്നത്? രാഹുൽ പറഞ്ഞത് ഈ വലിയ നിര, നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, കാൻഡിഡേറ്റ് നിൽക്കാൻ പാടില്ല. സംഘർഷത്തിലേക്ക് പോകുന്നു. ഞാൻ സംഘർഷത്തിനില്ലല്ലോ. സ്ഥാനാർത്ഥി നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു സംഘം ഗുണ്ടകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുക, അതങ്ങനെ ശരിയാണ്. സാഹചര്യം ഇപ്പോൾ നിയന്ത്രണാതീതമാണ് എന്നുള്ളതാണ്. പ്രവർത്തകരാരും തന്നെ ഇപ്പോൾ ഇവിടെ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിക്ക് ഇവിടെ തുടരാനുള്ള അവകാശമുണ്ട്. നിയമപരമായി തന്നെ അവിടെ തുടരാനുള്ള അവകാശമുണ്ട്. പോളിംഗ് ബൂത്തിലാണെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിസരത്താണെങ്കിലും സ്ഥാനാർത്ഥിക്ക് തുടരാനുള്ള അവകാശമുണ്ട്. അതേസമയം സ്ഥാനാർത്ഥിൻ്റെ ഒപ്പമുള്ള കോൺഗ്രസിൻ്റെ മറ്റ് പാർട്ടി പ്രവർത്തകർക്കോ BJPയുടെ മറ്റ് പാർട്ടി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ LDFന്റെ മറ്റ് പാർട്ടി പ്രവർത്തകർക്കോ ഒന്നും തന്നെ ഇവിടെ തുടരാൻ നിയമപരമായ അവകാശമില്ല. ഒരു പാർട്ടിയിൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ ഏജന്റിനും അതുപോലെ തന്നെ പോളിംഗ് ബൂത്തിൽ നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏജന്റും ഇവർക്ക് മാത്രമാണ് ഇവിടെ തുടരാനുള്ള അവകാശമുള്ളത്. മറ്റിവിടെ സംഘടിച്ചു നിൽക്കുന്ന എല്ലാ പാർട്ടി പ്രവർത്തകരും നിയമം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിന് സമീപം നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. അത് നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണ്. എന്നാൽ പോലീസ് പിരിഞ്ഞു പോകാൻ സ്ഥാനാർത്ഥി മാത്രമല്ല, സ്ഥാനാർത്ഥിക്കൊപ്പം പ്രാദേശിക പ്രവർത്തകർ ധാരാളമായി കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ കൂടെയുണ്ട്. നമ്മുടെ ചർച്ചകളിലൊക്കെ സ്ഥിരം വരുന്ന ആളുകളൊക്കെ ഉണ്ട്. 3 പാർട്ടിയുടെ പ്രവർത്തകരും
ഒന്നുള്ളത് നമുക്ക് ഇവിടുത്തെ കൗൺസിലറാണ്, നഗരസഭാ കൗൺസിലറാണ്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, BJPയുടെ പ്രവർത്തകരുണ്ട്, LDFിൻ്റെ പ്രവർത്തകരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 3 പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തകർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. സ്ഥാനാർത്ഥി എത്തുന്നത് അറിഞ്ഞുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേരത്തെ തന്നെ ബൂത്തിൻ്റെ പുറത്തേക്ക് എത്തിയിരുന്നു. അവർ കൂടി ഇപ്പോൾ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ മുഴുവൻ പിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് പോലീസ്. ഒരു ഭാഗത്തു നിന്നും ഏതാനും പ്രവർത്തകർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പിരിച്ചു വിട്ടിട്ടും പിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും